വന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട നിയമസഭയിൽ വരാൻ പോകുന്ന അമെൻമെന്റ് ബില്ലിന്റെ വിഷയത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ബില്ലാണ് വരാൻ പോകുന്നത്. കാരണം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇന്നുണ്ടായിരുന്ന അധികാരത്തിന്റെ 10 ഇരട്ടി അമിതാധികാരം കൊടുക്കുന്ന ഒരു നിയമവ്യവസ്ഥയാണ് വരാനിരിക്കുന്ന കേരളം കാത്തിരിക്കുന്നത്. ഇതിൽ തന്നെ നമുക്കറിയാം വന്യജീവി ആക്രമണം നമ്മളിതൊരു സാധാരണ സംഭവമായി കേരളത്തിൽ മാറിയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ ഇതൊരു വലിയ വാർത്തയാകുമായിരുന്നു, വലിയ ചർച്ചയാകുമായിരുന്നു, രാത്രി ചർച്ചകളിൽ ഇത് വിഷയമാകുന്നു. അവിടെ നിന്നൊക്കെ മാറിയിട്ട് സാധാരണഗതിയിൽ നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുന്നത് പോലെ ഇതൊരു സ്വാഭാവിക പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ് എന്ന് വരുത്തി തീർക്കത്തക്ക രീതിയിൽ ഇവിടുത്തെ ഭരണകക്ഷി ഗവൺമെന്റിന്റെ നിലപാടുകൾ ആ രീതിയിലേക്ക് മാറിയുന്ന അവസ്ഥ നാട്ടിലുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് തടയപ്പെടാൻ ബാധ്യസ്ഥരായ ഗവൺമെന്റ് ഇക്കാലം അത്രയും നമ്മളോട് പറഞ്ഞിരുന്നത് ഇത് കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്രവന നിയമമാണ്, നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സർക്കാർ മാറുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അതിലേക്കാണ് സംസ്ഥാന വന നിയമത്തിൽ ഒരു വലിയ ഭേദഗതി കൊണ്ടുവന്നുകൊണ്ട് മനുഷ്യരെ മുഴുവൻ കൊന്നൊടുക്കാനുള്ള ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് തന്നെ മലയോര മേഖലയിൽ ജീവിക്കുന്ന മനുഷ്യര് മൊത്തത്തിൽ അവിടെ ജീവിക്കാൻ കഴിയാതെ കിട്ടുന്ന വിലക്ക് ഇത് വിറ്റുപുറക്കി താഴേക്ക് വരുന്ന സാഹചര്യം കൂടിയുണ്ട്. അവിടെയാണ് ഈ വരാൻ പോകുന്ന നിയമത്തിന്റെ ഭീകരതയുടെ പ്രസക്തി ഉയർന്നത്. അതുകൊണ്ടാണ് ഈ വിഷയം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത്.